ഇതെന്താണ് ഈ സീസണിൽ സെറ്റ് സാരിയെ കൊടുത്തൊരു ഓട്ടം തുള്ളലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ലാസ്റ്റ് ഇയർ ഓണത്തിന് അജ്മാൻ മ്യൂസിയത്തിൽ ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടായിരുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ കുറേ അധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഫുള്ളായിട്ട് എടുക്കാത്തത് കാരണം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ദിവസം പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആ വീഡിയോ ഇടാം എന്നൊക്കെ. പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം ഓണം വന്നാൽ പോലും ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ കയ്യിലുള്ളത് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിന് 2 ദിവസം ഉള്ളപ്പോഴത്തേക്കായിരുന്നു നമ്മളെടുത്ത് ഐഷോട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ഓണം തീമിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വേഗത്തിൽ തന്നെ നമ്മളങ്ങോട്ട് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരിയോടൊപ്പം ഒരു മെറൂൺ ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പുള്ളിക്കാരി ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടലിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടിഷ്യൂ സാരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പഴയ ഒരു സാരിയിൽ നിന്ന് ഈ ഒരു മെറൂൺ കളർ ബോർഡർ ഞാൻ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബ്ലൗസും അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. നേരെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഷർട്ട് എടുത്ത് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ബ്ലൗസ് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം പണിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ ബാക്കായിട്ട് കൊടുത്തു, ആ ബട്ടൺ പോർഷൻ എല്ലാം ബാക്കിൽ തന്നെ വെച്ച് കൊടുത്തു. പിന്നെ നെക്ക് ഞാൻ ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് കയറിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം കുറച്ച് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പം വേഗത്തിൽ തന്നെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഒരു ബാൻഡ് പിടിപ്പിച്ചിട്ട് അതിനൊരു സെമി കോളർ ലുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും എനിക്ക് ആവശ്യമുള്ള പോലെ തന്നെ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് അവിടെ ഓപ്പണിംഗ് ടൈം ആയിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയതായിരുന്നു. എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 5 dirhams ആണ്. ഇതിൻ്റെ പുറമേ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് 2 സൈഡിലായിട്ട് ഇങ്ങനെ 2 പീരക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം ആണിത്. പണ്ടുകാലത്തെ അജ്മാൻ റൂളേഴ്സിൻ്റെ പാലസാണ് പിന്നീട് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണ്ടുകാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആയുധങ്ങളുടെ ശേഖരം, അതുപോലെ പണ്ടുകാലത്തെ ലൈഫ് സ്റ്റൈൽ, ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ, അതുപോലെ അവരുടെ ട്രഡീഷണൽ ആഭരണങ്ങൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കിതിനകത്ത് കാണാനുണ്ടായിരുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നടുമുറ്റം പോലെ വലിയൊരു ഏരിയ ആണ് വരുന്നത്. പിന്നെ അതിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു കോട്ടകളും അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോ ഏരിയയിലും നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് അറബിക്കിലും ഇംഗ്ലീഷിലും ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെയാണ് ഹിസ്റ്റോറിക്കൽ വെപ്പൺസിൻ്റെ ഏരിയ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തോക്കുകളും ബുള്ളറ്റുകളും പിന്നെ പീരങ്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഓരോ ടൈപ്പ് തോക്കുകൾക്കും അതിൻ്റേതായ ഡിസ്ക്രിപ്ഷൻ, അതെങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ അറബിക്കിലും ഇംഗ്ലീഷിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പിസ്റ്റളുകളാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ബുള്ളറ്റുകളാണ്. അത് പല ടൈപ്പിലുള്ളതും പല ഷേപ്പിലുള്ളതും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പീരങ്കിയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാസേജാണ് വരുന്നത്. ആ പാസേജിൽ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ലിവിങ് റൂം, പിന്നെ കിച്ചൺ, കൗൺസിൽ, ഇങ്ങനെ ഓരോ റൂമിനും അതിൻ്റേതായ പേരുകളൊക്കെ കൊടുത്തിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ലിവിങ് റൂമിലേക്ക് പോകുമ്പം പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ലിവിങ് റൂം അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആളുകളെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ സ്റ്റാച്ചു ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു ഏരിയ മാത്രം തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന ആ ഒരു മെഡിസിൻസ് ഒക്കെ ആൾക്കാർ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്, സ്വീറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവരുടെ കിച്ചണൊക്കെ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഇതുപോലെ തന്നെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ആ ഒരു ഏരിയക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാനുണ്ടായിരുന്നത്. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ ഇതുപോലെ പോയിട്ട് ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ചെറിയൊരു കിച്ചൺ ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഉറിയൊക്കെ തൂക്കിയിട്ടുള്ള ഒരു കിച്ചണാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് കൗൺസിൽ കാണിക്കുന്നുണ്ട്. കൗൺസിൽ എന്ന് പറയുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ മജ്ലിസ് എന്ന് പറയുന്ന പോലെയുള്ളൊരു കൺസെപ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നമ്മളിപ്പം അടുത്ത റൂമിലേക്ക് പോകുമ്പം പഴയ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന മൺപാത്രങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് കാണാനുള്ളതുണ്ട്. ഫ്രൈഡേ ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. ഫ്രൈഡേയിൽ മാത്രം ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8 മണി വരെയാണ് വരുന്നത്. ഒരു പഴയ ലാൻഡ് റോവർ ഇവിടെ ഇങ്ങനെ പുറത്തായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യം ഈ ഒരു പാലസ് മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കലിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായത് കാരണം നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മ്യൂസിയത്തിൻ്റെ മറുഭാഗത്തായിട്ടാണ് 17-ാം നൂറ്റാണ്ടിലെ കോട്ടകളും മറ്റുമൊക്കെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കങ്ങനെ അധികം കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ആ ഒരു തിരക്കിനിടയ്ക്ക് എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുറേ അധികം അതിനുള്ളിൽ കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ശരിക്കും പുറത്തേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിലും കുറേ സുവനീറുകളുടെ ഷോപ്പ്, ഒക്കത്തിലും ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ള ഷോപ്പുകളാണ്. പിന്നെ പ്രത്യേകിച്ചും ആ ഒരു ആൻറ്റിക്ക് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സുവനീർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാണ്ട് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേയധികം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഒക്കെയും പഴയ സ്റ്റൈലിലുള്ള കടകളാണ്. ആ ഒരു ട്രഡീഷണൽ രീതി അങ്ങനെ ഫോളോ ചെയ്തിരിക്കുന്ന കടകളൊക്കെയാണ്. ആ ഒരു ഏരിയ മൊത്തത്തിൽ എനിക്കൊന്ന് കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത്രയും വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കാരണമാണ് ഞാനിത് ചെറുതാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.